വെൽക്കം ബാക്ക് ടു PSC അശ്വമേധം. അപ്പോൾ ഇന്ന് നടന്ന അസിസ്റ്റൻറ്റ് കന്നഡ നോയിങ് പരീക്ഷയുടെ ആൻസർ കീ നോക്കാം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 40 ക്വസ്റ്റ്യൻസ് കന്നഡയിലാണ്. അപ്പോൾ നമുക്ക് 41ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നോക്കാനുള്ളത്. എംഫിസിമ എന്ന ശ്വാസകോശ രോഗത്തിൻ്റെ പ്രധാന കാരണമെന്ത്? എംഫിസിമയുടെ കാരണം എന്താണ്? പുകവലിയാണ്. മെനിഞ്ചസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തിൻ്റെ ആവരണമാണ്? തലച്ചോറിൻ്റെ ആവരണമാണ് മെനിഞ്ചസ്. മലമ്പനി പരത്തുന്ന കൊതുകേത്? ഓപ്ഷൻ സി ആണ് അനോഫിലസ്. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനിലാണ് കൊബാൾട്ട് എന്ന മൂലകം അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി ആണ് B12 സയനോകൊബാലമിൻ വിറ്റാമിൻ B12 കൊബാൾട്ട് അടങ്ങിയിട്ടുള്ളത്. ഗുരുത്വാകർഷണ ത്വരണത്തിൻ്റെ മൂല്യം ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഓപ്ഷൻ എ ആണ് ധ്രുവപ്രദേശത്തിലാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ തരംഗദൈർഘ്യം ഏറ്റവും കുറഞ്ഞത് താഴെ പറയുന്നവയിൽ ഏതിനാണ്? ഓപ്ഷൻ ബി ആണ് ഗാമ രശ്മികൾക്കാണ്. നിശ്ചിത അകലത്തിലുള്ള പരസ്പരം ആകർഷിക്കുന്ന രണ്ട് വസ്തുക്കളിൽ ഒന്നിൻ്റെ മാസ് 2 മടങ്ങായാൽ അവ തമ്മിലുള്ള പരസ്പരാകർഷണ ബലത്തിൽ എന്ത് മാറ്റമുണ്ടാകുന്നു? ഓപ്ഷൻ സി ആണ് 2 മടങ്ങാകുന്നു. താഴെ നൽകിയിരിക്കുന്നവയിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ വാതകം നൽകാത്ത ലോഹമേത്? ഓപ്ഷൻ ബി ആണ് കോപ്പർ ആണ്. ഒരു മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം 1s2 2s2 2p6 ആകുന്നു. ഈ മൂലകത്തിൻ്റെ പീരിയോഡിക് ടേബിളിലെ കൃത്യമായ സ്ഥാനം എന്താണ്? ഓപ്ഷൻ എ ആണ് 2ാം പീരീഡ് 18ാം ഗ്രൂപ്പ്. പീരീഡ് നമ്പർ 2ഉം ഗ്രൂപ്പ് നമ്പർ 18ഉമാണ്. ഒരു ആറ്റത്തിൻ്റെ M ഷെല്ലിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം? ഓപ്ഷൻ ഡി ആണ് 18 ആണ്. അടുത്തത് സാമൂഹിക പരിഷ്കർത്താവായ അയ്യങ്കാളിയെക്കുറിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. സാധുജന പരിപാലന സംഘം നടത്തി. ശരിയാണ്. 1863 കല്ലുമാല സമരം നടത്തി. അത് തെറ്റാണ്. കല്ലുമാല സമരം നടത്തിയത് ഏത് വർഷമാണ്? 1915 1915 കല്ലുമാല സമരം നടത്തിയത്. അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. അത് ശരിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതൻ. അതും ശരിയാണ്. അപ്പോൾ 1, 3, 4 ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്. താഴെ പറയുന്നവയിൽ തെറ്റായ ബന്ധം ഏതാണ്? അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ്. മന്നത്ത് പത്മനാഭൻ സമത്വ സമാജം എന്നുള്ളതാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. ബ്രഹ്മാനന്ദ ശിവയോഗി ആനന്ദ മഹാസഭ ശരിയാണ്. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മപരിപാലന സംഘം അതും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ ആണ് അദ്വൈത ചിന്താ പദ്ധതിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത്. ആത്മോപദേശ ശതകം, അദ്വൈത ദീപിക, ദൈവദശകം എന്നിവയൊക്കെ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്. താഴെ പറയുന്നവയിൽ മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി പട്ടിണി ജാഥ സംഘടിപ്പിച്ചു. തെറ്റാണ്. പട്ടിണി ജാഥ സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനല്ല, AKG ആണ്. അപ്പോൾ അത് തെറ്റാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭനാണ്. അത് ശരിയാണ്. വിമോചന സമരത്തിന് നേതൃത്വം നൽകി. അതും ശരിയാണ്. എൻ്റെ ജീവിത സ്മരണകൾ ആത്മകഥയാണ്. അതും ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ശ്രീനാരായണ ഗുരുവിനെ സ്വാമി വിവേകാനന്ദനുമായി കൂട്ടിച്ചേർക്കുന്ന കണ്ണി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ആണ് ഡോക്ടർ പൽപ്പു ആണ്. തുവയൽ പന്തി കൂട്ടായ്മ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ എ ആണ് വൈകുണ്ഠ സ്വാമികളാണ്. താഴെ പറയുന്നവയിൽ പൊയ്കയിൽ യോഹന്നാൻ ദളിത സമുദായത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതെല്ലാം? അപ്പോൾ പൊയ്കയിൽ യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ ഏതൊക്കെയാണ്? വാകത്താനം ലഹള, മംഗലം ലഹള, മുണ്ടക്കയം ലഹള. അപ്പോൾ പെരിനാട് ലഹള നടത്തിയത് അയ്യങ്കാളിയാണ്. അപ്പോൾ 1, 2, 4 ശരിയായിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. വക്കം മൗലവിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചു. ശരിയാണ്. അൽ ഇസ്ലാം എന്ന ജേണൽ പുറത്തിറക്കി. അതും ശരിയാണ്. ഇസ്ലാമിക സന്ദേശം എന്ന കൃതി രചിച്ചു. ശരിയാണ്. 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചു. ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത് 1905
ഓക്കെ, 1905 ജനുവരി 19 സ്വദേശാഭിമാനി പത്രം ആരംഭിച്ചത്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ 1, 2, 3 ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ യാചനായാത്രയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്? ഓപ്ഷൻ ഡി ആണ് VT ഭട്ടതിരിപ്പാടാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക. കുമാരഗുരു പ്രത്യക്ഷ രക്ഷാ ദേവസഭ. കുമാരഗുരു പ്രത്യക്ഷ രക്ഷാ ദേവസഭ. പണ്ഡിറ്റ് കറുപ്പൻ ജ്ഞാനോദയം സഭ. VT ഭട്ടതിരിപ്പാട് ഏതാണ്? യോഗക്ഷേമ സഭ. തൈക്കാട് അയ്യാസ്വാമി ശൈവ പ്രകാശ സഭ. ഓക്കെ, അപ്പം കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചു. പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ചതാണ് ജ്ഞാനോദയം സഭ. VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. തൈക്കാട് അയ്യാസ്വാമി ശൈവ പ്രകാശ സഭ. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, അനുരഞ്ജനം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്, മറ്റാരിലും കാണാത്ത കഴിവുകൾക്കുടമയാണ് ഗാന്ധിജി. അപ്പോൾ ബാക്കിയുള്ള വാക്യങ്ങളൊക്കെ തെറ്റാണ്. വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ് പൂജക ബഹുവചനത്തിൽ പെടുന്നു. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് പഴഞ്ചൊല്ല് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് നിത്യാഭ്യാസി ആനയെ എടുക്കും. തെറ്റായ പദം കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് അനുഷ്ഠാനം എന്ന പദമാണ് തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ചേർത്തെഴുതുക. വാക് പ്ലസ് ധോരണി. ഓപ്ഷൻ ബി ആണ് വാക് ധോരണിയാണ്. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സ്നുഷയാണ്. ലോകത്തെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം? ഓപ്ഷൻ എ ആണ് ലൗകികമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് വിയോഗം എന്ന പദത്തിൻ്റെ വിപരീതം കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് സംയോഗം. പിരിച്ചെഴുതുക. വെഞ്ചാമരം. ഓപ്ഷൻ ബി ആണ് വെൺ പ്ലസ് ചാമരമാണ് വെഞ്ചാമരം. വെൺ പ്ലസ് ചാമരം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് പുഷ്പം എന്ന പദത്തിൻ്റെ സമാന പദം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് സൂനമാണ്. സൂനം. ചുവടെ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക. വലിയ വ്യത്യാസം. വലിയ വ്യത്യാസം എന്ന പദത്തിന് അനുയോജ്യമായ ശൈലി ഏതാണ്? ഓപ്ഷൻ എ ആണ് അജഗജാന്തരമാണ്. മഹാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് മഹതി. എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിൻ്റെ ശരിയായ പരിഭാഷ ഏത്? ഓപ്ഷൻ എ ആണ് ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ്. വിഗ്രഹിച്ചെഴുതുക. സ്നേഹസമ്മാനം. സ്നേഹസമ്മാനം വിഗ്രഹിച്ചെഴുതുമ്പോൾ ഓപ്ഷൻ എ ആണ് സ്നേഹത്താലുള്ള സമ്മാനം. വാക്യം ചേർത്തെഴുതുക. ശക്തിക്കനുസരിച്ച്. ശക്തിക്കനുസരിച്ച് എന്താണ്? യഥാശക്തിയാണ്. കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും മാണിക്യം എന്ന പഴഞ്ചൊല്ല് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി ആണ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണ്. ആകാശം എന്ന പദത്തിൻ്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് വ്യോമമാണ്. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്ന് സ്ഥായീഭാവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക. സ്ഥായീഭാവം സ്ഥിരമായ ഭാവമാണ്. അടുത്തത് കുയിൽ എന്ന പദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് വാജിയാണ്.